ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കേടെറ്റ് ഏപ്രിൽ 2024 നടത്തിയ എക്സാമിൻ്റെ മാത്സിലുള്ളതിൻ്റെ ലാസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അഥവാ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് 141 തൊട്ട് 150 വരെയുള്ള ചോദ്യങ്ങൾ ലാസ്റ്റ് പെഡഗോജിയിലെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിതിനു മുമ്പ് ചെയ്ത എല്ലാ വീഡിയോയുടെ ലിങ്കുകളും ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. എല്ലാവരും എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും എക്സാം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ 10 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, solution of the system of linear inequality 2x plus 5 greater than 1 and 3x minus 4 less than or equal to 5 is. ഞാനിവിടെ ഒരു മെത്തേഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ അതൊന്ന് പറഞ്ഞുതരാം. 2x plus 5 ഗ്രേറ്റർ ദാൻ 1. അതിൽ നിന്ന് ഞാൻ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. +5 ഇപ്പുറം വന്നപ്പോൾ എന്തായി? -5 ആയി. 1 - 5 എത്രയാണ്? -4 ആണ്. ഈ 2നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ അത് ഡിവിഷൻ ആവും. -4/2 -2 ആണ്. -2നേക്കാളും വലുതാവണം. ദെൻ 3x - 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. -4നെ ഞാൻ ഇപ്പുറം കൊണ്ടുവരും. അപ്പോൾ അതെന്താവും? +4 ആവും. 5ക്ക് 4 കൂട്ടിയാൽ 9. 3നപ്പുറം കൊണ്ടുവരുമ്പോൾ 9/3 3 കിട്ടും. 3നേക്കാൾ ഈക്വൽ അല്ലെങ്കിൽ 3നേക്കാൾ ചെറുതോ ആവണം, -2നേക്കാൾ വലുതാണ്. അഥവാ -2ൻ്റെയും 3ൻ്റെയും ഇടയിൽ. -2നേക്കാൾ വലുതും ആവണം, 3നേക്കാൾ ഈക്വൽ അല്ലെങ്കിൽ 3നേക്കാൾ ചെറുതും ആവണം. ഫസ്റ്റത്തേന് ഈക്വൽ സൈൻ ഇല്ല. ഇവിടെ ഈക്വൽ സൈൻ ഇല്ല, ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ -2 ഓപ്പൺ ആയിരിക്കും. ഇവിടെ രണ്ടാമത്തേന് ഈക്വൽ സൈൻ ഉണ്ട്. അപ്പോൾ 3 ക്ലോസ്ഡ് ആണ് വരിക. ഓപ്പൺ -2 ക്ലോസ്ഡ് 3 ഓപ്ഷൻ എ വരും. ഇനി ഇതിൻ്റെ ആൻസർ നമുക്ക് വാല്യൂ ഇട്ട് കൊടുത്താണ്ടും ചെയ്യാം കേട്ടോ. ഈ ഒരു മെത്തേഡ് മാത്രമല്ല. ഇപ്പം ഞാൻ ഈ ഡി ഓപ്ഷൻ എങ്ങനെ തെറ്റാ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ 3 ക്ലോസ്ഡ് 3 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ 3ൻ്റെ താഴത്തേക്കുള്ള ഒരു നമ്പറും വരില്ല എന്നാണല്ലോ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈ ലാസ്റ്റത്തെ ഇൻഇക്വാളിറ്റി. അപ്പോൾ ഞാൻ 3ൻ്റെ താഴെയുള്ള ഒരു 2ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ ഇൻഇക്വാളിറ്റിയിൽ 3 × 2 എത്രയാണ്? 6. -4 6 4 പോയാൽ 2. കണ്ടീഷൻ ട്രൂ അല്ലേ? അപ്പോൾ 3ൻ്റെ താഴത്തേക്കുള്ള 2ഉം അതിൽ പെടുന്നില്ലേ? പക്ഷേ ഡി എന്ന് പറയുന്ന ഓപ്ഷനിൽ പറയുന്നത് 3യും അതിൻ്റെ മുകളിലോട്ട് ഇൻഫിനിറ്റി വരെ എന്നാണ് അല്ലേ? ഇനി 2 ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞു. 2 ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞു. അത് പോസിറ്റീവാണ് അല്ലേ? സി എന്ന് പറയുന്ന ഓപ്ഷനിൽ ഫുള്ള് നെഗറ്റീവാണ്. -∞ തൊട്ട് -2 വരെ. അപ്പോൾ ഇതും പറ്റൂല. ഓക്കെ, ഇനി 2 ഓപ്ഷനാണുള്ളത്. ഒന്നിൽ -2 ഓപ്പൺ ആണ്, രണ്ടാമത്തേൽ -2 ക്ലോസ്ഡ് ആണ്. ഒന്നിൽ 3 ക്ലോസ്ഡ് ആണ്, 3 ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് -2നെ ആദ്യം ചെക്ക് ചെയ്യാം. ഞാനിവിടെ -2 കൊടുത്തു. 2 × -2 എത്രയാ? -4. അപ്പോൾ -4 + 5 ഗ്രേറ്റർ ദാൻ 1 എന്നാണ് പറയുന്നത്. 5ന്ന് 4 പോയാൽ എത്രയാ? 1. ഈ കണ്ടീഷൻ കറക്റ്റ് ആണോ? അല്ല അല്ലേ? ഈക്വൽ ആണ് വരുന്നത്. അപ്പം -2 ഉൾക്കൊള്ളില്ല. -2 ക്ലോസ്ഡ് അല്ല വരിക, -2 ഓപ്പൺ ആണ് വരിക. അപ്പം നമുക്ക് ഏത് പറയാം? ഓപ്ഷൻ എ എന്ന് പറയാം. കണ്ടോ? -2 കൊടുത്തപ്പോൾ ഫസ്റ്റത്തെ ഇൻഇക്വാളിറ്റിയിൽ 1 ഗ്രേറ്റർ ദാൻ 1 എന്നാണ് കിട്ടിയത്. കണ്ടീഷൻ ഓക്കെ ആണോ? 1 = 1 എന്നല്ലേ വരണ്ടേ? അപ്പോൾ കണ്ടീഷൻ തെറ്റാണ് അല്ലേ? അപ്പോൾ -2 എന്തല്ല? ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏതാണെന്ന് പറയാം? ഫസ്റ്റത്തെ ഓപ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഹു യൂസ്ഡ് ക്യൂണിഫോം റൈറ്റിംഗ് മോസ്റ്റ്ലി ഫോർ റെപ്രസെൻറ്റിംഗ് നമ്പേഴ്സ്. ഈ ക്യൂണിഫോം എന്ന് പറയുന്ന ഒരു റൈറ്റിംഗ് ലിപി അല്ലെങ്കിൽ ഒരു ലിപി അല്ലെങ്കിൽ എഴുതാൻ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് ആരാണെന്നാണ് ചോദിക്കുന്നത്. അറബുകളാണോ, ബാബിലോൺസ് ആണോ, ഗ്രീക്സ് ആണോ, ഇന്ത്യൻസ് ആണോ എന്നാണ് നമ്മുടെ ചോദ്യം. അത് വരുന്നത് എന്താണ്? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി, ബാബിലോൺസ് ആണ്. ഇനി ഈ അറബുകളുടെ വരുന്നത് 10 അറബിക് ന്യൂമറൽസ് ആണ് കേട്ടോ. അറബിക് ന്യൂമറൽസ് ആണ് വരുന്നത്. 0 1 2 3 എന്നല്ല. അറബിക് ന്യൂമറൽസ് നമുക്കറിയാം ഇങ്ങനെ 1 2 3 എന്നൊക്കെ പറഞ്ഞ് അല്ലേ? 4 5 അറബിക് ന്യൂമറൽസ് ആണ് വരുന്നത്, അറബികൾ ഉപയോഗിക്കുന്നത്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സിമ്പിൾ ഫോർ റൈറ്റിംഗ് നമ്പേഴ്സ് റൈറ്റ് ചെയ്യാനാണ് കേട്ടോ. പിന്നെ ബാബിലോൺസ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ക്യൂണിഫോം ന്യൂമറൽസ് ആണ് ഉപയോഗിക്കുന്നത്. ന്യൂമറൽസ് ഓൾസോ യൂസ്ഡ് സിറിയ ആൻഡ് ചലൈഡിയ വെർ റിട്ടൺ ഇൻ ക്യൂണിഫോം. ഓക്കെ, ദെൻ ആൻഷ്യൻ്റ് ഗ്രീക്ക് യൂസ്ഡ് ലെറ്റേഴ്സ് ഓഫ് ദ ഗ്രീക്ക് ആൽഫബറ്റ്. ഈ ഗ്രീക്കുകാർ ഉപയോഗിക്കുന്നത് ആൽഫബറ്റാണ്, ഗ്രീക്ക് ആൽഫബറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഇന്ത്യൻ ന്യൂമറൽ സിസ്റ്റം നമുക്കറിയാം ഹിന്ദു അറബിക് ന്യൂമറൽ സിസ്റ്റം അഥവാ 10 സിമ്പിൾസ് 0 1 2 3 4 5 6 7 8 9 9 ഈ 10 സിമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ത്യൻസ് എന്ത് ചെയ്യുന്നത്? ഈ നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യൂണിഫോം എന്ന് പറയുന്ന ആരാണ്? ബാബിലോൺസ് ആണ്.
ഓക്കെ, ഇത് റൈറ്റിംഗ് റൈറ്റിംഗ് ആണ് കേട്ടോ. ഇനി നമ്പർ സിസ്റ്റം വരികയാണെന്നുണ്ടെങ്കിൽ അറബിൻ്റെത് നമ്മൾ പറയാം എന്താ, അറബിക് ന്യൂമറൽസ് ആണ് പറയുക. ബാബിലോൺസിൻ്റെ നമ്മൾ പറയാം ഹെക്സാഗസിമൽ അല്ലെങ്കിൽ ബേസ് 60 എന്നാണ് പറയാം. ഗ്രീക്ക് ന്യൂമറൽ സിസ്റ്റം എന്ന് അറിയുന്നത് എന്തൊക്കെയാണ്, അയോണിക് ഓർ അയോണിയൻ അല്ലെങ്കിൽ എന്താ മൽഷ്യൻ ഒക്കെ, അലക്സാൻഡ്രിയ എന്നൊക്കെ പറയുന്ന ന്യൂമറൽസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻസിൻ്റെ നമുക്കറിയാം ഹിന്ദു അറബിക് ന്യൂമറൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ബാബിലോൺസ് യൂസ് ചെയ്യുന്നത് ക്യൂണിഫോം എന്ന് പറയുന്നത് റൈറ്റിങ്ങിനാണ്. റൈറ്റിംഗ് മോസ്റ്റ്ലി ഫോർ റെപ്രസെന്റ് നമ്പേഴ്സ് ആണ് കേട്ടോ. വിച്ച് വൺ ഈസ് നോട്ട് മാക്സിം ഓഫ് ടീച്ചിങ് മാത്തമാറ്റിക്സ്? ഈ താഴെ പറയുന്നവയിൽ ടീച്ചിങ് മാത്തമാറ്റിക്സിൻ്റെ മാക്സിംസിൽ പെടാത്ത ഏതാണ്? ജനറൽ ടു പെർട്ടിക്കുലർ, കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്, അനാലിസിസ് ടു സിന്തസിസ്, നോൺ ടു അൺനോൺ. ഇതിൽ ഏതാണ് നോട്ട് മാക്സിം ഓഫ് ടീച്ചിങ് മാത്തമാറ്റിക്സ് വരുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ജനറൽ ടു പെർട്ടിക്കുലർ. Then remedial instruction must be given after achievement test, diagnostic test, comprehensive evaluation, summative evaluation. റെമഡിയൽ ഇൻസ്ട്രക്ഷൻ ഇതിൽ ഏത് ടെസ്റ്റിന് ശേഷമാണ് അല്ലെങ്കിൽ ഇതിൽ ഏത് ഇവാലുവേഷന് ശേഷമാണ് നമ്മൾ റെമഡിയൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടതെന്നാണ് ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ ശേഷമാണോ, അതോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ ശേഷമാണോ, അതോ കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ്റെ ശേഷമാണോ, അതോ സമ്മേറ്റീവ് ഇവാലുവേഷൻ്റെ ശേഷമാണോ? അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനാണ്. Okay. Then who is known as the Prince of Mathematics? Prince of Mathematics എന്നറിയപ്പെടുന്നത് ആരെയാണ്? Who is known as the Prince of Mathematics? യൂക്ലിഡ്, ഗോസ്, രാമാനുജൻ, റാണെ ഡെസ്കാർട്ടസ്. ഏതാ കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഗോസ് ആണ് ഉണ്ടോ? Then which concept among the following is not associated with the Piaget's theory of cognitive development? പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയുമായിട്ട് അസോസിയേറ്റീവ് ചെയ്യാത്തത് ഏതാണെന്നുള്ള ചോദിച്ചിട്ടുള്ളത്. അസിമിലേഷൻ, അക്കോമഡേഷൻ, സ്കീമ ആൻഡ് ഐക്കൺസ്. അസിമിലേഷനും അക്കോമഡേഷനും സ്കീമൊക്കെ നമ്മൾ പഠിച്ചാണ് പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലേ. സലൈവൻ്റെ ഒക്കെ ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ പഠിച്ചു. അസിമിലേഷൻ, അക്കോമഡേഷൻ, സ്കീമ. ഓക്കെ, ഇതിൽ പെടാത്തത് ഏതാണ്? നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ ഡി ആണ് അല്ലേ. Then project method is best suitable for identify quadrilaterals which are cyclic in P of x. If P of a equal to 0, then x minus a is a factor of P of x. Probability of getting 2 head on tossing 3 coins. Sum of first a natural number is n into n plus 1/2. ഇതിൽ ഏത് കൺസെപ്റ്റ് പഠിക്കാനാണ് നമ്മൾ പ്രൊജക്റ്റ് മെത്തേഡ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് ചോദ്യം. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് സെലക്ട് ചെയ്യില്ല. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്താണ്ടൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഐഡൻറ്റിഫൈ ക്വാഡ്രിലാറ്ററൽ വിച്ച് ആർ സൈക്ലിക്. ഇതാണ് നമുക്ക് പ്രൊജക്റ്റ് മെത്തേഡ്. നമുക്ക് ചെയ്താണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പഠിക്കാൻ പറ്റുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ക്വാഡ്രിലാറ്ററൽ വിച്ച് ആർ സൈക്ലിക്. പ്രൊജക്റ്റ് മെത്തേഡിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഇത് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് വരുന്നത്, ഐഡൻറ്റിഫൈ ക്വാഡ്രിലാറ്ററൽ വിച്ച് ആർ സൈക്ലിക്. Then 148ാമത്തെ ചോദ്യം വരുന്നത് പ്രസന്റ് കേരള മാത്തമാറ്റിക്സ് കരിക്കുലം ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ദ തിയറി ഓഫ് പൗലോ, പിയാഷെ, വാട്സൺ, വൈഗോസ്കി. നമ്മളുടെ കേരള മാത്തമാറ്റിക്സ് കരിക്കുലത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആരുടെ തിയറിക്കാണെന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ആരുടെ ഇതേക്കാണ് വരുന്നത്? പിയാഷെയുടെയാണ് വരുന്നത്. ഓപ്ഷൻ ബി പിയാഷെയുടെയാണ് കേട്ടോ. കേരള കരിക്കുലം മാത്തമാറ്റിക്സ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തിയറി എന്ന് പറയുന്നത് പിയാഷെയുടെ തിയറിയാണ്. A and B are two sets with 3 element and 2 element respectively. Find the number of relations from A to B. എയിലുള്ള എലമെൻറ്റ് 3 എലമെൻ്റ് ആണ്, ബിയിലുള്ള എലമെൻറ്റ് 2 എലമെൻ്റ് ആണ്. എങ്കിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള റിലേഷൻസിൻ്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് 2 raised to n of a into n of b ആണ്. n of a into അല്ല, n of a plus n of b ആണ്. സോ n of a എന്ന് പറയുന്നത് 3 ആണ്, പ്ലസ് അല്ല ഇൻറ്റു ആണല്ലേ, ഞാൻ ഇവിടെ പ്ലസ് ഇട്ടു, ഡോട്ടാണ് എന്നാണ് കണ്ടത്. ഇൻറ്റു എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി ആണ് വരുന്നത്. സോ 3 into 2 എത്രയാണ്? 6 ആണ്. സോ 2 raised to 6. 2 raised to 6 എന്ന് പറഞ്ഞാൽ 2നെ 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം 2 into 2 into 2 into 2 into 2 into
2 എന്ന് വരും. 2 × 2 4 ആണ്, 4 × 2 8 ആണ്, 8 × 2 16 ആണ്, 16 × 2 32 ആണ്, 32 × 2 64 ആണ്. സോ ഓപ്ഷൻ ഡി 64 എന്ന് വരും. ഓക്കെ, ദെൻ നമ്മുടെ ഏപ്രിൽ 2024 മാത്തമാറ്റിക്സിലെ ലാസ്റ്റ് ചോദ്യമാണ്. 3 phases of a concept attainment model is given below. Analysis of thinking strategies, presentation of data, ടെസ്റ്റിംഗ് അറ്റൈൻമെൻറ്റ് കൺസെപ്റ്റ്. ചൂസ് ദി കറക്റ്റ് ഓർഡർ ഓഫ് ഫേസസ്. ഇതിൽ കറക്റ്റ് ഓർഡർ ഓഫ് ഫേസസ് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓർഡർ വരുന്നത് ഇങ്ങനെയാണ്: ആദ്യം സെക്കൻഡ്, ദെൻ തേർഡ്, ദെൻ ഫസ്റ്റ്. അതായത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, ടെസ്റ്റിംഗ് അറ്റൈൻമെൻറ്റ് ഓഫ് കൺസെപ്റ്റ്, അനാലിസിസ് ഓഫ് തിങ്കിങ് സ്ട്രാറ്റജീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളുടെ ഏപ്രിൽ 2020 മാത്തമാറ്റിക്സിൽ ചോദിച്ചിട്ടുള്ളത്. 71 മുതൽ 150 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ എൻഡിൽ വരുന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് മാത്തമാറ്റിക്സ് സിലബസും ഉണ്ട്, മാത്തമാറ്റിക്സ് PYQ ഉണ്ട്. അത് രണ്ടും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഇട്ടിട്ടുണ്ട്. PYQ ഉണ്ട്, സിലബസ് ഉണ്ട്, സൈക്കോളജി, മലയാളം, ഇംഗ്ലീഷിൻ്റെ ഒക്കെ 1-2 മോഡലുകളൊക്കെ ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ. അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, എക്സാമിന് പാസ്സാവട്ടെ. ഓൾ ഈസ് വെൽ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും മാത്സിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ ബൈ. ലവ് യു.